ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May God's name be glorified. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. Let's turn to 2 Corinthians chapter 4, അതിന്റെ 17-ാമത്തെ വാക്യം, ഒടുവിലത്തെ വാക്യം, verse 14, 17. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. Since for the momentary light affliction is producing for us an eternal weight of glory far beyond all comparison. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. Dear ones, when we are on this earth, we have afflictions. അതിനെ ലഘുവായ കഷ്ടം എന്നാണ് പൗലോസ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. Paul describes it as light afflictions. പൗലോസ് ഇവിടെ കാണാൻ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞേനെ അങ്ങനൊന്നുമല്ല പൗലോസ്, എനിക്ക് വലിയ വലിയ കഷ്ടമാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞേനെ. If Paul was here, we would have told him we have not light afflictions, we have very difficult afflictions. എന്നാൽ പൗലോസ് എന്തുകൊണ്ടാ ഈ ഭൂമിയിലെ നമ്മുടെ കഷ്ടത്തെ ലഘുവാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്? But why did Paul say that afflictions on this earth is light? നിത്യതയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന തേജസ്സിന്റെ നിത്യഘനവുമായിട്ട് താരതമ്യം ചെയ്താണ് അദ്ദേഹം ഇതിനെ ലഘുവായ കഷ്ടം എന്ന് പറയുന്നത്. Because he is comparing with the eternal weight of glory that we are going to receive. ഇന്ന് നമ്മളിൽ പലരും നമ്മൾ കടന്നു പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വലിയ കഷ്ടവും വലിയ പ്രയാസങ്ങളെ കുറിച്ചാണ് പലർക്കും പറയാനുള്ളത്. When we say about the things what we are going through each day, it's a very difficult time we are going through. അതൊന്നും പറഞ്ഞാൽ വേറെ ആർക്കും മനസ്സിലാകുകയില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. We may be thinking other people may not understand when I say that. എന്നാൽ ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന ഈ കഷ്ടങ്ങളൊക്കെ നിത്യതയിൽ നമുക്ക് ലഭ്യമാകുന്ന തേജസ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമാണ്. But when we compare all these difficulties with what we are going to receive in eternity, it is very light. നമുക്ക് ഇവിടെ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. People may not understand us. നമ്മളെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. They may leave us alone. അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പറയുന്നു. They may be saying something which is not true about us. ഇതൊക്കെ നമ്മൾ വലിയ കഷ്ടമായിട്ടാണ് പറയുന്നത്. These all things we say that's very difficult things. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള പല കഷ്ടങ്ങൾ ഉണ്ടാകും. When we are on earth, we'll go through many such difficulties. പക്ഷെ ഇതിനെ നമ്മൾ നമ്മുടെ വീക്ഷണകോണിലൂടെ കണ്ട്, നമ്മുടെ കാഴ്ചപ്പാടിലൂടെ കണ്ട് ഇതിനെ വലിയ പ്രയാസമായിട്ടാണ് പറയുന്നത്. But when we look it through our eyes, we see that's very difficult things. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പല സഹോദരന്മാരെയും കാണുമ്പോൾ അവരുടെ മുഖമൊക്കെ വളരെ വിഷമിച്ചായിരിക്കും. When we see many brothers, their face is down. അവര് എന്തുകൊണ്ട് ബ്രദറെ എന്ന് പറഞ്ഞ് ഷെയ്ക്കാൻഡ് കൊടുത്താൽ അവര് പറയും, When we ask them what is happening, brothers, എന്റെ കഷ്ടപ്പാടൊന്നും ബ്രദറിന് മനസ്സിലാകുകയില്ല. you won't understand my problems. വീട്ടില് എനിക്ക് തന്നിട്ടുള്ള ഭാര്യയായ സഹോദരി പറഞ്ഞ് മനസ്സിലാകുന്നില്ല. My wife is not understanding what I'm saying. പിള്ളേര് പറഞ്ഞിട്ട് അവര് മറ്റു പലതുമാ ചെയ്യുന്നത്. My children is not obeying me. ഓഫീസിലാണെങ്കിൽ എനിക്കെതിരെ എന്തെല്ലാം ചെയ്യാൻ ഒക്കുമെന്ന് നോക്കി എന്റെ സഹപ്രവർത്തകരിയിരിക്കുന്നു. My colleagues are trying to find something wrong with me. അങ്ങനെ കഷ്ടപ്പാടുകളുടെ ഒരു ഭാണ്ഡക്കെട്ടാണ് പലർക്കും അഴിച്ചു വെക്കാനുള്ളത്. Many of people have all the such difficulties in their life. എന്നാൽ പൗലോസ് ഇതാ പറയുന്നു, ഇത് നൊടി നേരത്തേക്കുള്ളതാണ്. But Paul says here it is for light. It's a light afflictions. And it's for momentarily. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് നൊടി നേരത്തേക്കാണുള്ളത്. There are 2 things says one is momentarily. 2, ഇത് ലഘുവാണ്. Second thing, it says it's a light. എന്നാൽ നിത്യതയിൽ കിട്ടാൻ പോകുന്നതോ, what we get in eternity, അത് അത്യന്തം അനവധിയാണ്. But it is beyond all comparison. അത് തേജസ്സിന്റെ നിത്യഘനമാണ്. That has eternal weight of glory. 2 കാര്യങ്ങളെ മറ്റ് 2 കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യും. So here we see Paul is comparing 2 things with another 2 things. നമുക്കും ഈ കാര്യങ്ങളെയൊക്കെ ഈ പൗലോസിന്റെ കാഴ്ചപ്പാടിലൂടെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വ്യത്യാസമാകുമായിരുന്നു. If we could see the things from Paul's vision, things would have been different for us. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് കഷ്ടങ്ങളൊന്നുമില്ല എന്നല്ല. I'm not saying we won't have any difficult times. എന്നാൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും അത് നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവിടെ കിട്ടാൻ പോകുന്ന
അനവധി, അതുപോലെ നിത്യഘനം, തേജസ്, ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ലഘുവാണ് എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. But we'll have difficult times, but when we compare it with the eternal weight of glory, it is very light. നമുക്ക് ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാകും, Yeah, we'll have difficult times when, as long as we are living on this earth. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, Yeah, there will be trials. ആളുകളുടെ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. People may leave us alone. എന്നാൽ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയില്ല. We cannot avoid that. കർത്താവ് തന്നെ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. Jesus also told that this will happen to us. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം നോക്കുക. Let's look to John chapter 16. 16-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലെ 33-ാമത്തെ വാക്യത്തിലെ കർത്താവ് പറഞ്ഞേക്കുന്നത് ലോകത്ത് നിങ്ങൾക്ക് എന്തുണ്ട്, കഷ്ടമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In John chapter 16 verse 33, he says that in the world you will have tribulations. എന്നാൽ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ എന്ത് വേണം, ധൈര്യപ്പെടണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ അധ്യായം അവസാനിക്കുന്നത്. But Jesus says here, but you take courage, I have overcome the world. അപ്പോ നമുക്ക് ലോകത്തില് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ നിലയിലുള്ള പലതരത്തിലുള്ള കൊച്ചു കൊച്ചു കഷ്ടപ്പാടുകൾ ഉണ്ടാവും. As long as we are living on this earth, we'll have small tribulations and problems like this. നമ്മൾ ഇതിനെക്കുറിച്ച് കർത്താവ് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, പത്രോസ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. Peter also mentioned the same thing. 1 പത്രോസ് 4-ാം അധ്യായം നോക്കുക. 1 Peter chapter 4. അവിടെ 22 മുതൽ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് നമ്മുടെ കഷ്ടതകളെ കുറിച്ച് പറയുന്നുണ്ട്. 4:12 മുതൽ 14 വരെയുള്ള. Chapter 4 verse 12 onwards, Peter says about the difficult time. 4:12 മുതൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുപോയി എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കരുത്, സന്തോഷിക്കണം എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. Beloved, do not be surprised at the fiery ordeals among you, which comes upon you for a testing, as though some strange things has happened to you. അവിടെയും പത്രോസ് കണ്ടോ, നിത്യതയുമായിട്ട് താരതമ്യം ചെയ്താണ് ഈ കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. There also we see Peter is comparing with eternity and saying, don't be discouraged with this. അതിന്റെ 13-ന്റെ അവസാന ഭാഗം, തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടയാകും, നിത്യതയിൽ നമുക്ക് സന്തോഷമുണ്ടാകും, അതുമായിട്ട് താരതമ്യം ചെയ്ത് ഇതിനെ ലഘുവായിട്ട് കാണും. Verse 13 it says, he compares it with the revelation of his glory, so you may rejoice with the acceleration. ഇവിടെ അഗ്നിശോധന എന്നാ പറഞ്ഞേക്കുന്നത്. Here it says fiery ordeals. എന്ന് വെച്ചാൽ എന്താ, അഗ്നി, അതായത് തീയിലൂടെ കടന്നു പോകുക. That means you have to go through fire. അപ്പൊ കഷ്ടതയെ ഒരു തീയായിട്ടാ പറഞ്ഞേക്കുന്നത്. Here Peter says the temptation as a fiery ordeals. ടെസ്റ്റിനെ, testing, not temptation, testing. എല്ലാ പരീക്ഷകളെയും അത് ഒരു അഗ്നിശോധനയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. So here he says all testing is like a fiery ordeals. മാടകയോൺ എന്ന് പറഞ്ഞ പ്രസിദ്ധയായ ദൈവഭക്തിയായ സഹോദരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. You heard about the sister called Madam Gion. അവര് പറഞ്ഞ ഒരു സെന്റൻസ് പലരും ഉദ്ധരിക്കാറുണ്ട്. Many are quoting one of her quotation. മാഡം ഗയോൺ പറഞ്ഞു, കഷ്ടങ്ങളുടെ തീയാണ് നമുക്ക് ദൈവഭക്തിയുടെ സ്വർണം തരുന്നത്. She told that the fire of the testing will give the gold of ദൈവഭക്തിയുടെ gold of God, fear of God. അതായത് നമുക്ക് ദൈവഭക്തിയുടെ കാര്യം അതിനെ സ്വർണത്തോടാ താരതമ്യം ചെയ്തേക്കുന്നത്. She compared the fear of God as gold. ഈ സ്വർണം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? If we have to get this gold, what we should do? നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകണം. We should go through the sufferings. നമുക്കറിയാമല്ലോ, ഈ ലോകത്ത് സ്വർണമൊക്കെ ആ നിലയിലെ കുഴിച്ചെടുക്കുന്ന ലോഹങ്ങള് കുഴിച്ചെടുക്കാറുണ്ട്. We know that in this world people dig for the gold. എന്നിട്ട് ഈ ലോഹങ്ങൾ ശുദ്ധീകരിക്കാനായിട്ട് എന്ത് ചെയ്യും? തീയിലൂടെ കടത്തിവിടും. And to refine it they put it through fire. തീയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോഹങ്ങളിലെ ക്ലാവും അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ദോഷകാര്യങ്ങളൊക്കെ അതെല്ലാം അങ്ങ് ഇല്ലാതായി പോകും. സ്വർണം കൂടുതൽ ശുദ്ധമാകും. When they pass the gold through the fire, all the impurities will be gone away. ഇവിടെ ഇതാ പത്രോസ് നമ്മുടെ ആ നിലയിലാ പറയുന്നത്, നമ്മളെ
ഈ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോയാലേ ദൈവഭക്തിയുടെ സ്വർണം കൂടുതൽ പ്യുവർ ആകുകയുള്ളൂ, കൂടുതൽ സുതാര്യമാവുകയുള്ളൂ. That's what it says here. When we go through the suffering, then our gold will become pure. അപ്പോൾ ഈ കഷ്ടങ്ങൾക്ക് നമ്മുടെ മേലൊരു അതിനൊരു നമുക്ക് നമുക്ക് സഹായകമായിട്ടുള്ള ഒരു കാര്യമാണ്. This testing is for our good. ആ കഷ്ടങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കാം? നമ്മുടെ ആ നിലയിലുള്ള നമ്മുടെ പോരായ്മകൾ അതൊക്കെ ഇല്ലാതായി കൂടുതൽ നമ്മൾ ശുദ്ധരായി തീരും. We need to make use of all this testing so we will become pure day by day. നമ്മൾ ശുദ്ധരായി തീരുക എന്ന് പറഞ്ഞാൽ ആരെ പോലെ? When we become pure, like whom we should become pure? കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ. Like Jesus Christ. കർത്താവാണല്ലോ നമ്മുടെ മാതൃക. Jesus is our example. നമ്മുടെ പെരുമാറ്റത്തില്, വർത്തമാനത്തില്, നമ്മുടെ ചിന്തകളില് ഒക്കെ കൂടുതൽ കൂടുതൽ യേശുവിനെ പോലെ ആയി തീരാൻ എന്ത് വേണം? കഷ്ടങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകണം. In our speech, in our thoughts, in our motives, if we have to become more pure, then we have to go through these fiery ordeals. അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ മാലിന്യങ്ങൾ ക്രമേണ മാറി സ്വർണം ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ നമ്മളെ ശുദ്ധീകരിച്ചെടുക്കും. As we go through this time of testing, then our gold will become more pure. അതുകൊണ്ടാണ് മടകയോൻ പറയുന്നത്, കഷ്ടങ്ങളുടെ ഈ തീയിലൂടെ കടന്നു പോയാലേ നമ്മൾ കൂടുതൽ സ്വർണം പോലെ ശുദ്ധമാവുകയുള്ളൂ. That is why Madam Gyon is saying, if we go through this time of testing, then only the gold will become pure. നമുക്ക് മടകയോൻ പറഞ്ഞ ആ സെന്റൻസിനെ അല്പം ഒന്ന് മാറ്റി ഇങ്ങനെ വേണമെങ്കിൽ പറയാം. We can rephrase what Madam Gyon told. കഷ്ടങ്ങളുടെ തീയിലൂടെ കടന്നു പോയാലേ, if we go through the time of testing, കർത്താവായി യേശുവിന്റെ സ്വഭാവമായ സ്വർണം നമ്മളിൽ കൂടുതൽ വെളിപ്പെടുകയുള്ളൂ. then only we'll get the character of Jesus Christ, the gold in our life. പ്രിയപ്പെട്ടവരെ, ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെയായി എത്രയോ പേരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Dear ones, in Old Testament, New Testament, there many people's testimony is written. അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്. All people have their own testimonies. കർത്താവ് പറഞ്ഞ പോലെ കഷ്ടങ്ങൾ നിങ്ങൾക്ക് ഈ ലോകത്തുണ്ട്. You will have problems in this world. എന്നാൽ അതിനോട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ പ്രതികരിച്ചാലേ നമ്മുടെ മാലിന്യം മാറൂ. But if we respond as God expects us, then only our impurities will be removed. അതിനു പകരം ആളുകളുടെ തെറ്റിദ്ധാരണയും ഒറ്റപ്പെടുത്തലിനോടും നമ്മളും ആ നിലയിൽ പകയോടും വെറുപ്പോടും കൂടെ പെരുമാറിയാലും, if people, when they forsake us or something, we reply to them with in the same way, then what will happen? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം സ്വർണം പോലെ ശുദ്ധമാവുകയില്ല. Then our character won't become pure like gold. അപ്പോ ഈ കഷ്ടങ്ങളുടെ മധ്യത്തിൽ നമ്മൾ അതിനോട് പോസിറ്റീവായിട്ട് ദൈവവചന പ്രകാരം പ്രതികരിക്കണം. We should respond to this suffering as the God's word says. നമ്മൾ എപ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ജോസഫിന്റെ ഉദാഹരണം. We may think about Joseph's example. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിലും അതിന്റെ തലേ അധ്യായങ്ങളിലും ഒക്കെ നമ്മൾ ജോസഫിനെ കുറിച്ച് കാണുന്നു. We read about Joseph in Genesis chapter 39. അവിടെ ജോസഫ് നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. Joseph was a good young person. പക്ഷേ അവനെ എന്ത് ചെയ്തു? അവന്റെ സ്വന്തം സഹോദരന്മാര് പോലും ആ നിലയില് കുഴിയിലിടുകയും പിന്നീട് വിറ്റുകളയുകയും ചെയ്തു. So his younger brother, his own brothers sold him off. അവനെ നമുക്കറിയാം, ആ കഥ അറിയാം. അവനെ അടിമയായി വിറ്റപ്പോ മിസ്രൈമിലെ പൊത്തിഫേർ എന്നൊരാൾ വാങ്ങി. So they sold him as a slave and Potiphar bought him. പക്ഷെ പിന്നെയും ജോസഫിന്റെ ജീവിതത്തില് കഷ്ടതകൾ വരിക. But again in Joseph's life, difficult times are coming. പൊത്തിഫേറിന്റെ ഭാര്യ ജോസഫിനെ ആ നിലയില് കൂടുതൽ കഷ്ടങ്ങളിലേക്ക് നടത്തുന്ന നിലയിൽ പെരുമാറുന്നു. Potiphar's wife also created problems for Joseph. പക്ഷേ അവിടെ ആ സാഹചര്യം, ആ കഷ്ടങ്ങളുടെ തീച്ചൂളയിൽ ജോസഫ് എന്ത് ചെയ്തു? But what did Joseph do in the time of testing? അവിടെ ദൈവവചനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ മുൻനിർത്തി പ്രതികരിക്കുകയാണ് ജോസഫ് ചെയ്തത്. He responded as God expected him to. അതുകൊണ്ടാണ് അതിനെല്ലാം ശേഷം അവൻ സ്വർണം പോലെ തിളങ്ങുന്ന ഒരുവനായിട്ട് പുറത്തു വരാനിടയായത്. So after all this testing, he became like a gold. പൊത്തിഫേറിന്റെ ഭാര്യയുടെ പ്രലോഭനത്തിൽ അവൻ വീണില്ല. He didn't fall in the temptation of Potiphar's wife. അവനെ അതിനെ തുടർന്ന് കാരാഗ്രഹത്തിലാക്കി. Then he was put into jail. ആ കാരാഗ്രഹത്തിലെ കഷ്ടങ്ങളുടെ തീച്ചൂളയിലൂടെയും
അവൻ ഒരു നല്ല മനോഭാവത്തോടെ കടന്നുപോയി. He went through the time of testing in the jail also with a good attitude. തൻ്റെ അടുത്ത് വന്ന ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നത് നമുക്ക് കാണാൻ കഴിയും. Yeah, he responded to people who came to them with good. He responded very well with the people who came to him. സ്വപ്നങ്ങൾ ആ നിലയിൽ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. He started explaining the dreams. അതിനെ തുടർന്ന് അവനെ കുറിച്ചുള്ള ആ വിവരങ്ങള് രാജാവിന്റെ അടുത്ത് എത്തി. After some time, this news came to the king also. അങ്ങനെ അവന് രാജകൊട്ടാരത്തിലേക്ക് പോകുന്നതും ഒക്കെ നമുക്ക് ആ കഥ അറിയാം. So he went to the king's palace. We know that story. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് കഷ്ടങ്ങളുണ്ട്, പക്ഷെ ആ കഷ്ടങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചാലേ സ്വർണം ശുദ്ധമാവുകയും. Yeah, we all have problems, but if we have to respond positively to the suffering, then only the gold will become pure. നമുക്ക് എത്രയോ പേരുടെ ചരിത്രങ്ങൾ ബൈബിളിൽ കാണാൻ കഴിയും. How many people's testimony is written in the Bible? ദാനിയേലിന്റെ കഥ നമുക്കറിയാം. We know about Daniel. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 16-23 വാക്യങ്ങളൊക്കെ നോക്കുക. Daniel chapter 6, 23-24. 16-23. Daniel chapter 16, 16-23. 16-23. ദാനിയേലിനെ അവിടെ സിംഹക്കുഴിയിൽ ഇടുന്നു. They are putting Daniel in the lion's den. നോക്കുക, സിംഹക്കുഴി പോലെ ഒരു കഷ്ടതയുടെ തീച്ചൂളയിലേക്ക് ദാനിയേല് വീഴുന്നു. They put Daniel in the lion's den, which is a fiery trial. പക്ഷെ അവിടെയും ദാനിയേല് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നത് കൊണ്ട് അവൻ ഒടുവില് അതിൽ നിന്ന് സ്വർണം പോലെ തിളക്കത്തോടെ പുറത്തു വരുന്നു. Since he responded positively to that situation, he came out like a gold. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തില് വേറെ 3 ചെറുപ്പക്കാരെ നമ്മൾ കാണുന്നു. Daniel chapter 3, we see about 3 other boys. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. Shadrach, Meshach, Abednego. ആ യഹൂദ ബാലന്മാർ, They are Jewish boys. അവരെയും ആ ബാലന്മാരും അവരക്ഷരാർത്ഥത്തിൽ തന്നെ തീച്ചൂളയിൽ വീഴും. They literally went through the fire. നമ്മള് കഷ്ടതയുടെ തീച്ചൂള എന്ന് ഇതുവരെ പറഞ്ഞത് ഒരു പ്രതീകം പോലെ ആ തീച്ചൂള എന്ന് പറഞ്ഞത്. Yeah, we are saying about the fiery trials like a resemblance to that. എന്നാ ഇപ്പോഴോ, അതായത് ദാനിയേൽ 3-ാം അധ്യായത്തില് അവിടെ ഇവർ അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ 3 ബാലന്മാരും ഒരു തീച്ചൂളയിലൂടെ കടന്നു പോവുകയാണ്. But in Daniel 3, we see that these 3 boys went through the fire literally. അവിടെയും ആ ബാലന്മാരും ദൈവവചനപ്രകാരം പ്രതികരിച്ചത് കൊണ്ട് അവര് സ്വർണം പോലെ ശുദ്ധരായി അംഗീകരിക്കപ്പെട്ട് പുറത്തു വരുന്നു. Since these 3 boys responded positively, they came out impure like gold. നമ്മള് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ, When we come to the New Testament, ഒത്തിരി പേരുടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതെല്ലാം എടുത്ത് പറയുന്നില്ല. there are many people's story which I want to say, but I am not saying everything. 2 കൊരിന്ത്യർ 11-24-25 വാക്യങ്ങൾ നോക്കുക. 2 Corinthians chapter 14. 2 കൊരിന്ത്യർ 11 2 Corinthians chapter 11. അതിന്റെ 25-ാമത്തെ വാക്യം. 25. അവിടെ പൗലോസ് തനിക്കുണ്ടായ പലപ്പോഴും ഉണ്ടായ പ്രയാസങ്ങളെ കുറിച്ച്, കഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. Paul is explaining the problems or difficulty he went through. അതിന്റെ 24 മുതൽ നോക്കിയാല് നമ്മൾ ഒത്തിരി കഷ്ടങ്ങളിലൂടെ താൻ കടന്നു പോകുന്നത് കാണാൻ കഴിയും. When we read from verse 24 onwards, we see that Paul is going through many difficult situations. 23-ന്റെ ഒടുവ് മുതൽ നോക്കുക. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി. Verse 23, last part, it says, in far more labor and in far more imprisonment. അനവധി അടി കൊണ്ടു, beaten without numbers, പലപ്പോഴും പ്രാണഭയത്തിലായി, often in danger of death. ഞാൻ 40 അടി 5 വട്ടം കൊണ്ടു. 5 times I received from Jews 39 lashes. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. 3 times I was beaten with rods. ഒരിക്കൽ കല്ലേറ് കൊണ്ടു. Once I was stoned. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. 3 times I was shipwrecked. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. A night and a day I have spent in the deep. നമുക്ക് അതങ്ങനെ ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടു പോവുകയാണ്. We see that the list is keep going on. ഇതൊക്കെ കഷ്ടങ്ങളല്ലേ? These are all difficult times. ഈ കഷ്ടങ്ങളിലൂടെ പൗലോസ് കടന്നുപോയി. Paul went through all these difficult times. പക്ഷേ ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴും തന്നെ ഉപദ്രവിച്ച ആളുകളോട് വൈരാഗ്യപ്പെടുകയോ അവരോട് കോപിക്കുകയോ അവരെ ശപിക്കുകയോ ഒന്നും ചെയ്തില്ല. But we see that Paul was not bitter against the people who brought the situation to him. തന്റെ യജമാനായ കർത്താവ് പറഞ്ഞതുപോലെ ആ ശത്രുക്കളെ സ്നേഹിക്കുന്ന മനോഭാവമാണ് പൗലോസ് പുലർത്തിയത്. We see that Paul was loving the people who brought this issues, difficult times for him. അതുകൊണ്ട് എന്ത് പറ്റി? അതിൽ നിന്ന് ആ കഷ്ടങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് തന്റെ സ്വഭാവം സ്വർണം പോലെ ശുദ്ധീകരിക്കപ്പെട്ട്
പുറത്തു വന്നു. So what happened? His character became pure like gold and he came out of these trials. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിളിലെ പല കഥാപാത്രങ്ങൾ, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുള്ള പല കഥാപാത്രങ്ങളുടെ കാര്യമാണ് പെട്ടെന്ന് പറഞ്ഞത്. Yeah, we are looking at different characters from the Bible, Old Testament and New Testament. ഇവർക്കെല്ലാം എന്തുണ്ട്? കഷ്ടങ്ങളുണ്ട്. What is common to them? They all had problems. അല്ലാതെ ദൈവമക്കളായതുകൊണ്ട്, ദൈവത്തെ അറിയുന്നവരായതുകൊണ്ട് കഷ്ടങ്ങളൊന്നും ഇല്ല എന്നല്ല. So since we are children of God, it doesn't mean that we don't have any problems. ചിലരങ്ങനെയാ ചിന്തിക്കുന്നത്, ഞാൻ ദൈവത്തെ അറിഞ്ഞു, ഇനിയിപ്പോ എനിക്കൊരു കഷ്ടവും ഇല്ല. Some people are thinking like that, since I know the Lord, I won't have any problems. അങ്ങനെയല്ല. കർത്താവിനെ അറിഞ്ഞാലും അറിഞ്ഞ ആളുകളോട് യോഹന്നാന്റെ സുവിശേഷം 16:33 കർത്താവ് പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് കഷ്ടമുണ്ട്. തന്റെ ശിഷ്യരെ നോക്കി പറയുക, നിങ്ങൾക്ക് കഷ്ടമുണ്ട്. Jesus looked at his disciples and told, you will have tribulations. പ്രിയപ്പെട്ടവരെ, നമുക്കും കഷ്ടങ്ങളുണ്ട്. അതൊരു പുതുമയല്ല. We'll also have tribulations. That is not something new. നമ്മൾ ചിലപ്പോൾ മറ്റു പലരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് പറയും, അവർക്കൊന്നും വലിയ കഷ്ടമൊന്നുമില്ല, എനിക്കാ കഷ്ടമില്ല. Sometimes we compare with other people and say they don't have much problem like me. എന്നാൽ അവരോട് ചോദിച്ചു നോക്കണം, അല്ലെങ്കിൽ അവരുടെ ഷൂസിൽ നിന്ന് കാര്യങ്ങളെ കണ്ടു നോക്കണം. അവർക്കും അവരുടേതായ ഒട്ടേറെ കഷ്ടങ്ങളുണ്ട്. But when we look at them, or we look at from their shoes, we see that they have a lot of problems also. നമ്മൾ ഈ ഭൂമിയിലാണോ, നമ്മുടെ ജീവിതാവസാനം വരെ കഷ്ടങ്ങള് എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. As long as we are on this earth, we'll have problems. നമ്മൾ കണ്ടത് ജോസഫിനെ അതിൽ നിന്ന് ഒഴിവാക്കിയില്ല. We see that Joseph was not exempted from that. ഒരു തെറ്റും പറയാനില്ലാത്ത ദാനിയേലിനെ അതിൽ നിന്ന് ഒഴിവാക്കിയില്ല. God didn't exempt Daniel also from that. വളരെ ചെറുപ്പക്കാരായിരുന്നു ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നുള്ളതുകൊണ്ട് അവർക്കൊരു കൺസെഷനും ദൈവം കൊടുത്തില്ല. God didn't give any concession to Shadrach, Meshach, Abednego also. ചെറുപ്പക്കാരായോണ്ട് അവരെ എങ്ങനെ, even though they were small or young people, ദൈവം അങ്ങനെ അവർക്കൊരു അലവൻസ് കൊടുത്തില്ല. ദൈവം അവരെയും കഷ്ടങ്ങളുടെ തീച്ചൂളയിലൂടെ കടത്തിവിട്ടു. God didn't give any allowance for them. God allowed them to go through the fire. പൗലോസ് ഈ സത്യങ്ങൾക്ക് വേണ്ടി നിവരെ നിൽക്കുന്ന വലിയ അപ്പോസ്തലനാണ്. Paul was a great apostle. അതുകൊണ്ട് പൗലോസിനെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കിയേക്കാമെന്ന് കർത്താവ് കരുതിയില്ല. But God didn't exempt him from these trials. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. 3 times he was shipwrecked. അടി കൊണ്ടു. He was beaten. പ്രാണഭയത്തിലായി. He was in distress. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ ഒക്കെ എന്താ സംഭവിച്ചത്? What happened, dear ones? താന് അതിനെ പോസിറ്റീവായിട്ട് ദൈവവചന പ്രകാരം അതിനോട് പ്രതികരിച്ചത് കൊണ്ട് സ്വർണം പോലെ ശുദ്ധമായി പുറത്തു വന്നു. Since they all responded to God's word, responded like God, what God's word says, they came out like pure and gold. ഇവരുടെ ചരിത്രമൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തി വെച്ച്? Why is there a life story written? നമുക്ക് വെല്ലുവിളിയായിട്ടാണ് ഇത് തന്നേക്കുന്നത്. So that they may challenge us. നമ്മളും ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ഈ കാര്യങ്ങളോട് ദൈവവചന പ്രകാരം പ്രതികരിക്കണം. When we go through all this difficult time, we need to respond as God's word says. അങ്ങനെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയും. When we go through this suffering, we'll know the Lord better and better. കർത്താവിനെ ഈ ഭൂമിയിൽ അയച്ചപ്പോഴും അവിടുത്തേക്കും കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. When Jesus was on earth, he also had problems. കർത്താവിനെ, കഷ്ടങ്ങൾ അനുഭവിച്ച കർത്താവിനെ കൂടുതൽ അടുത്തറിയാൻ നമ്മുടെ കഷ്ടാനുഭവങ്ങൾ നമ്മളെ സഹായിക്കും. Our sufferings will help us to know the Christ who went through these sufferings. ഞാൻ ഒരു ജോണി എറിക്സൺ ടാഡ എന്ന് പറഞ്ഞ ദൈവഭൃതിയുടെ ഒരു സെന്റൻസ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. I have noticed a quotation from Johnny Erickson. ടാഡ. അതായത് സൗരി പറഞ്ഞത് ഇങ്ങനെയാണ്. She told like this. അതായത് നമ്മുടെ ജീവിതം സുഖമായിരിക്കുമ്പോൾ, when our life is all good, നമ്മള് കർത്താവിനെ കുറിച്ച് പഠിക്കും. we'll study about Christ. കർത്താവിനെ കുറിച്ച് പറയും. we speak about Christ. കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉദ്ധരിക്കും. we quote all the quotations about Jesus. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ബൈബിൾ എടുത്ത് വായിച്ച് പഠിച്ച് കർത്താവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കും. when there is not much problem, we study about Jesus and we understand many things. എന്നാൽ അവര് പറയുന്നത് ജീവിതത്തിന്റെ കഷ്ടങ്ങളിൽ നമ്മൾ കർത്താവിനെ കൂടുതൽ അറിയും. but in the times of difficulty, we know the Lord. പറഞ്ഞത് വ്യക്തമായോ? Did you understand what I'm saying? സുഖകരമായ രംഗത്ത് നമ്മൾ പുസ്തകമൊക്കെ പഠിച്ച് ബൈബിളൊക്കെ വായിച്ച് അല്ലെങ്കിൽ മറ്റ് ദൈവഭൃത്യന്മാരുടെ ഇതിനെക്കുറിച്ച് ഉള്ള ആത്മീയ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കും. In good times we'll read about many people and then about God and then we'll understand many things. എന്നാൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്
കഷ്ടമേറ്റ നമുക്ക് വേണ്ടി കഷ്ടമേറ്റ കർത്താവിനെ നമ്മൾ അറിയുന്നത്, അവനുമായിട്ട് ആഴത്തിലൊരു ബന്ധത്തിലേക്ക് But when വരുന്നു. we go through a time of testing, then we'll know the Lord better. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കഷ്ടങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താം. We should make use of all these sufferings. നമ്മള് 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ ലിവിംഗ് ബൈബിളിൽ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. 2 Corinthians chapter 1 verse 8, it is read like this in Living Bible. 2 കൊരിന്ത്യർ 1-ന്റെ 8-9 വാക്യങ്ങൾ. 2 Corinthians chapter 1, 8 and 9. അവിടെ പല കഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് ലിവിംഗ് ബൈബിളിൽ വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. There it says about many sufferings and it is written beautifully in Living Bible. പൗലോസ് പറയുന്നു, എനിക്ക് നിരാശയും ഭാരവും വന്നു. Paul says, I got burdened and despaired. വലിയ ഭയം വന്നു. I got fear. എല്ലാം ദൈവത്തെ കൂടുതൽ അറിയാനിടയാക്കി. Everything allowed me to know the Lord better. കണ്ടോ, നിരാശ വന്നു, I got despaired. വലിയ കഷ്ടം വന്നു, He was burdened. ഭയം വന്നു. There was fear. പക്ഷേ അതൊക്കെ എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയാനിടയാക്കി. But all of this allowed me to know the Lord better. ആ അറിവ് തലച്ചോറിലുള്ള അറിവല്ല, That knowledge is not just in the head. മറിച്ച് കഷ്ടങ്ങളിലൂടെ കടന്നുപോയ കർത്താവുമായിട്ട് കൂടുതൽ താതാത്മ്യപ്പെടാൻ എന്നെ അത് ഇടയാക്കി. It allowed me to know the Lord better. പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യത്തിലെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമുക്ക് കൂടുതൽ അടുത്തായിരിക്കും. When we are going through suffering, the Lord will be near to us. അതൊരു ദൈവിക പ്രമാണം. That is a God's principle. 34-ാം സങ്കീർത്തനം 18-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. Psalms 34:18, it's a familiar verse for all of us. 34-ാം സങ്കീർത്തനം 18-ാം വാക്യത്തില് ദാവീദ് എന്താ പറയുന്നത്? Psalms 34 verse 18, what does David say? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. The Lord is near to the brokenhearted and he saves those who are crushed in spirit. അപ്പോ കഷ്ടങ്ങളുടെ സമയത്ത് നമ്മുടെ ഹൃദയം നുറുങ്ങിയാൽ ദൈവം എന്ത് ചെയ്യും? ദൈവം നമുക്ക് കൂടുതൽ അടുത്ത് വരും. When the time of suffering comes, if you are brokenhearted, then Lord will be near to us. ആ തീച്ചൂളയിലൂടെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ കടന്നു പോയപ്പോൾ 4-മനായിട്ട് കർത്താവ് തന്നെ കൂടെ നടന്നതുപോലെ നമ്മള് ഹൃദയം നുറുങ്ങിയാൽ കർത്താവ് നമുക്ക് കൂടുതൽ സമീപസ്ഥനായിരിക്കും. Like how Shadrach, Meshach, Abednego went through the fire when Jesus was with them as a fourth person. So God will be with us also when we go through difficult times. അവിടെ അതിന്റെ 2-ാമത് ഭാഗത്ത് പറയുന്ന മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു. The second part of that verse, it says that he saved those who are crushed in spirit. അപ്പൊ കേവലം കഷ്ടങ്ങളല്ല നമുക്കത് നന്മയ്ക്കായിട്ട് തീരുന്നത്. It's not just the suffering which will make it be beneficial to us. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കഷ്ടപ്പാട് നമ്മുടെ മനസ്സിനെ തകർക്കണം. When we go through this suffering, our heart should be broken. ആ മനസ്സിനെ തകർക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്വയസഹതാപമല്ല, It's not just self-pity. മറിച്ച് ദൈവമുമ്പാകെ നമ്മുടെ മനസ്സ് തകരണം. But our heart should be broken before the Lord. സ്വാഭാവികമായിട്ട് തകരാത്ത മനസ്സും കഷ്ടങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം മുമ്പാകെ തകരുമല്ലോ. The heart which naturally won't be broken, when it goes through a very difficult situation, it will be broken. അന്നേരം എന്ത് ചെയ്യും? തകർന്ന ഹൃദയത്തോട് കർത്താവ് സമീപസ്ഥനായിരിക്കും. Then the Lord will be near to the brokenhearted. അത് ദൈവത്തിന്റെ ഒരു പ്രമാണമാണ്. That is God's principle. ആ പ്രമാണത്തിൽ നിന്ന് ദൈവത്തിന് പോലും മാറാൻ ഒക്കുകയില്ല. God won't change from that principle. സഹോദര സഹോദരി, നമ്മള് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം മുൻപാകെ നമ്മുടെ ഹൃദയം തകർന്നാൽ കർത്താവ് കൂടുതൽ സമീപസ്ഥനായിരിക്കും. Dear brothers and sisters, when we go through suffering, if our heart is broken, then the Lord will be near to us. മനസ്സ് ആ നിലയിൽ തകർന്നാൽ, ദൈവം മുൻപാകെ തകർന്നാൽ, അവൻ നമ്മുടെ രക്ഷിക്കുന്നവനായിരിക്കും. If we are crushed in spirit, then he will save us. ഇവിടെ നമ്മള് ലോകമനുഷ്യരെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നതും നമ്മൾ കടന്നു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. There is a difference between worldly people going through suffering and the Christians going through suffering. ലോകമനുഷ്യര് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ മനസ്സും തകരും. When the worldly people go through suffering, their heart also will be broken. പക്ഷേ അന്നേരം ദൈവം അവർക്ക് സമീപസ്ഥനാകുമോ? But will the Lord be near to them? ഇല്ല. അതായത് അവരുടെ മനസ്സ് അന്നേരം തകരുമ്പോ അത് സ്വയസഹതാപത്തിലാണ് തകരുന്നത്. Their heart will be broken in self-pity.
ആ എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ, Oh, it happened like this to me. ഇന്നാരെന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ, The people behave like this to me. ഇന്നിന്ന കാര്യങ്ങള് എനിക്ക് എതിരായിട്ട് സംഭവിച്ചല്ലോ, All these things happen against me. എന്നാലും എൻ്റെ അനുഭവം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള നുറുക്കമാണ്. അത് ദൈവീകമായ ഒരു നുറുക്കമല്ല. Yeah, but all this experience came to me. This is not a brokenness from the Lord. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളും ഈ കഷ്ടങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകും. But we Christians also go through this difficult times. അവിടെ നമ്മുടെ മനസ്സെന്ത് വേണം? What should happen to our mind? ദൈവമുമ്പാകെ തകരണം. It should be broken before the God. അവിടെ നമ്മുടെ ഹൃദയം ദൈവമുമ്പാകെ നുറുങ്ങണം. Our heart should be broken before the Lord. അങ്ങനെ ഹൃദയം നുറുങ്ങിയാൽ, മനസ്സ് തകർന്നാൽ, ദൈവത്തിന് നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഒക്കുകയില്ല. Then the God cannot leave us. ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. That is God's character. ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിക്കാൻ ഒക്കുകയില്ല. God cannot forsake his character. നമ്മളെപ്പോഴും പറയാറുള്ള യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്, അവിടത്തേക്ക് മാറാൻ ഒക്കുകയില്ല. Like how we say Jesus is same yesterday, today and forever. അതുകൊണ്ട് സഹോദര സഹോദരി, നീ കഷ്ടങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ സ്വയസഹതാപത്തിന്റെ ഹൃദയ നുറുക്കവും തകർച്ചയും അല്ല വേണ്ടത്, മറിച്ച് ദൈവമുമ്പാകെ, ദൈവത്തോട്, ദൈവസന്നിധിയിൽ ഒരു നിലവിളി ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കും, നമ്മളെ രക്ഷിക്കും. Dear brothers, sisters, when we go through difficult situation, there should not be a broken heart because of our self-pity, but we have to cry before the Lord, a cry from our heart before the Lord. ഞാൻ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ വായിക്കാറുള്ള ഒരു വാക്യം കൂടെ വിശദമായിട്ട് ഒന്ന് ചിന്തിച്ച് ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നു. Let me explain one more verse along this same context. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. Romans chapter 8 verse 28. അവിടെ അത് നമുക്കറിയാവുന്ന വാക്യമാണ്, കാണാതെ അറിയാവുന്ന വാക്യമാണ്. That's a familiar verse. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. Verse 28, and we know that God causes all things to work together for good to those who love God and to those who are called according to his purpose. കണ്ടോ, സകലവും കഷ്ടങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ചിന്തിക്കാം. കഷ്ടങ്ങളും ഈ നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ഈ സകലവും എന്നതിൻ്റെ അകത്ത് വരും. All the suffering and all the experience what we go through, it's included in all things. അതെല്ലാം നമുക്ക് നന്മയ്ക്കായിട്ട് വരും. That will come for our good. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളിൽ എന്താ നന്മയുള്ളത്? What is good in our suffering? അതിലൊരു നന്മയുണ്ടെന്നും ആ നന്മ നമ്മൾ അറിയുമെന്നുമാണ് ഇവിടെ പറയുന്നത്. Here it says there is a good in that suffering and we'll know that. നമുക്ക് ഈ വാക്യം ഓരോ ഭാഗമായിട്ടൊന്ന് അടർത്തി ചിന്തിക്കാം. Let's split this verse into small parts and then think about it. അവിടെ നമ്മൾ കാണുന്നത് നാം അറിയുന്നു, we know. There it says we know. നമ്മള് ഈ കാര്യം അറിയണം, ഈ കഷ്ടങ്ങള് ദൈവമാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. We should know that this suffering God allowed in our life. ഈ കഷ്ടങ്ങളിൽ ഞാൻ എന്ത് വേണം? In this suffering what should I do? ഞാന് ദൈവമുമ്പാകെ എന്റെ ഹൃദയം തകരണം. My heart should be broken before the Lord. അല്ലാതെ സ്വയസഹതാപത്തിലല്ല, Not in self-pity. അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ചുള്ള കയ്പിലും പകയിലുമല്ല, Not because of bitterness against somebody else. മറിച്ച് ഞാന് ആ നിലയില് ഈ കാര്യം ദൈവത്തിൽ നിന്നാണെന്ന് അറിഞ്ഞ് ഞാൻ അതിനെ ഉൾക്കൊള്ളണം എന്നാണ് ഇവിടെ പറയുന്നത്. But I should know that this is allowed by the Lord. നാം അറിയുന്നു. We know. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളിൽ നാം ഈ കാര്യം അറിയുന്നുണ്ടോ? In the suffering, are we knowing this? നാം അറിയണം. We should know this. ലോകമനുഷ്യർക്ക് ഇത് അറിയില്ല. The worldly people don't know this. നമ്മൾ ഇത് അറിയണം. We should know this. കാര്യം ബൈബിൾ ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. Because the Bible explains this. സഹോദര സഹോദരി, നിനക്കുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം ദൈവത്തിൽ നിന്നാണ്. Dear brother, sister, this situation which happened is from the Lord. ഇത് നിന്റെ നന്മയ്ക്കാ. It is for your good. ഇത് നമ്മൾ അറിയണം. This we should know. ഇത് അങ്ങനാണെന്ന് വെറുതെ ഒരു ആഗ്രഹ ചിന്തയല്ല, ഒരു സങ്കല്പമല്ല. That is not just an illusion. നമ്മൾ അറിയണം. We should know it. അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടങ്ങളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരും. If we know that, then our perspective about the sufferings will be different. നാം അറിയുന്നു എന്ന കാര്യം ആ നിലയിൽ നമ്മൾ അറിയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. We should examine whether we really know it.
ദൈവം ഇവിടെ കാണുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എന്നൊരു കാര്യം കാണുന്നു. Another thing we see, it is from God. അപ്പോ ആ ഭാഗത്തു നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ ഒക്കുന്നത്? What can we understand from this part? ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ദൈവത്താലാണ് സംഭവിച്ചത്. All this thing happened in our life because God allowed it. അങ്ങനെ പറയുന്ന ഒരു ഭാഗം കഴിഞ്ഞൊരു ദിവസവും നമ്മൾ ഇടയ്ക്ക് വായിക്കുകയുണ്ടായി. We read a verse which says that early last week also, കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. few weeks back. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 36-ാമത്തെ വാക്യം. Romans chapter 11 verse 36. 36 11-ന്റെ ഒടുവിലത്തെ വാക്യം. റോമർ 11-ാം അധ്യായം ഒടുവിലത്തെ വാക്യം. Romans chapter 11 verse 36. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നു. From him, through him and to him. കണ്ടോ, ദൈവത്തിലൂടെയാണ് സകലവും. Everything is through God. അവനിൽ നിന്നാണ്. Everything is from him. അവനാലാണ്. All things are through him. അപ്പൊ കണ്ടോ, ഈ നമുക്ക് ഈ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. We should know that everything happened in our life is from God. ദൈവം നമുക്കെല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും പല വിധത്തിലുള്ള പ്രയാസങ്ങള് അനുവദിക്കുന്നുണ്ട്. God is allowing difficult situation for everybody in the world. യാക്കോബിന്റെ ലേഖനം നോക്കുക. Look at James. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം. James chapter 1. 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. James chapter 1 verse 2. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. Dear ones, when you go through difficult situations. ഇവിടെ കണ്ടോ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. When you go through various trials. അകപ്പെട്ടാലെന്നല്ല. It doesn't say that if you go through, but here it says you encounter various trials. അതായത് വെന്നെന്നാണ്, ഈഫ് എന്നല്ല. Here it says when, not if. എന്ന് വെച്ചാൽ എന്ത്? നിങ്ങൾ പരീക്ഷകളിലൂടെ കടക്കുമ്പോൾ. When you encounter the various trials. കടന്നാൽ എന്നല്ല. It is not if you encounter, it says when you encounter. കടന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ? കടക്കാം, കടക്കാതിരിക്കാം. If it says if you encounter, then there's a chance that we may not encounter it also. എന്നാൽ when എന്ന് പറയുമ്പോൾ, പരീക്ഷകളിലൂടെ കടക്കുമ്പോൾ when എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഉള്ളതാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. Here it says when you encounter, that means it's common for everyone. അല്ലാതെ കടന്നാൽ എന്നല്ല. It is not just saying that if you encounter. അപ്പൊ കടക്കുമ്പോൾ, when you encounter. അപ്പോ ഈ പരീക്ഷകളെല്ലാം നമുക്ക് ദൈവം ആ നിലയിൽ വെച്ചിട്ടുള്ള ആ കാര്യങ്ങളാണ്. These are all things, all these very trials God has kept for us. നോക്കുക, ദൈവം ഒരു വളരെ ഒരു ഗ്രേറ്റ് ആയ ഒരു ഡിസൈനറാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച്. God is a great designer about our life. അപ്പൊ നമ്മൾ പറഞ്ഞത്, നാം അറിയുന്നു ദൈവമാണ് ഇതിന് പിന്നിൽ എന്നറിയുന്നു. We said that God knows, we know that God is behind all this. ദൈവം എല്ലാവർക്കും പരീക്ഷകൾ വെച്ചിട്ടുണ്ട്. He has kept trials for every one of us. പരീക്ഷകളിൽ അകപ്പെടുമ്പോഴെല്ലാം ദൈവമാണ് ഇതിന്റെ പിന്നിലെന്ന് നമ്മൾ ഓർത്തിരിക്കണം. When we encounter all these trials, we should know that God is behind. God allowed this. നമ്മള് റോമർ 8-ന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരിക. Let's come back to Romans chapter 8 verse 28. നമ്മൾ അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട്, ഓരോ വാക്കുകളായിട്ട് എടുത്ത് ചിന്തിക്കുകയാണല്ലോ. We are taking one words from this and thinking about it. We know എന്നുള്ളത് നമ്മൾ കണ്ടു. We read about we know. God, ദൈവം എന്നുള്ളത് നമ്മൾ കണ്ടു. Then God. നമ്മൾ നോക്കുക, all things, സകലവും എന്ന് നമ്മൾ കാണുന്നു. സകലവും. There we see all things. എന്ന് വെച്ചാൽ എന്താ? What does it mean? സകലവും എന്ന് വെച്ചാൽ സകലവും. It includes everything. നമ്മുടെ ജീവിതത്തില് തിന്മയായിട്ട് വരുന്ന കാര്യങ്ങളും എല്ലാം ആ നിലയില് ദൈവം നന്മയ്ക്കാക്കി തീർക്കും. The evil things which happens in our life also God will turn for our good. നമുക്കുണ്ടാകുന്ന തെറ്റുകള്, the mistakes what we do, പാപങ്ങള്, the sin in our life, മണ്ടത്തരങ്ങള്, all the foolishness. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് നമ്മള് ദോഷകരമെന്ന് വിചാരിക്കുന്നതെല്ലാം, അതെല്ലാം ദൈവം എന്ത് ചെയ്യും? സകലവും നന്മയ്ക്കാക്കി തീർക്കും. The things which harms us, that also God will turn for our good. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ
പാപങ്ങളും തെറ്റുകളും ദൈവം നന്മയ്ക്കാക്കി തീർക്കും. Dear ones, does God changes the sin in our life for our good? ഇവിടെ നമ്മൾ മുമ്പേ എടുത്ത യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നിങ്ങളൊന്നും വീണ്ടും മടങ്ങി വരണേ. Let's read a verse from James, letter of James. അവിടെ 1-ാം അധ്യായത്തില് നമുക്കുണ്ടാകുന്ന ആ പരീക്ഷകള്, ടെസ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. In James chapter 1, it says various trials. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്, പരീക്ഷകൾ എന്ന് പറയുന്നത്, അത് മൂലഭാഷയില് 2 കാര്യത്തിനും ആ പരീക്ഷ എന്നാ പറഞ്ഞേക്കുന്നത്. We see that in the ഗ്രീക്ക് in Greek the word testing has 2 meanings. 2 കാര്യങ്ങൾക്കും പരീക്ഷ എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. For two Greek word also it says testing in English. എന്ന് വെച്ചാൽ എന്താ 2 കാര്യങ്ങള്? What are the 2 things? ഒന്നെന്ന് പറയുന്നത് ദൈവം അനുവദിക്കുന്ന പരിശോധനകളാണ്. One is which God allows. 2 പറയുന്നത് നമ്മുടെ ജീവിതത്തില് നമ്മളുടെ പാപപ്രലോഭനങ്ങളാണ്. Second thing is the temptation which happens in our life. അപ്പോ ട്രയൽസിനും ടെംപ്റ്റേഷനും 2 കൂടെ ചേർത്ത് ഗ്രീക്കിലെ ടെസ്റ്റ്, പരീക്ഷ എന്നൊരു പ്രയോഗമേ ഉള്ളൂ. For trials and temptation there is only one word in Greek called testing. എന്നാ ഇവിടെ നോക്കുക, നമ്മൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. When we see James chapter 1 verse 2 to 12, നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി. when you go home read that passage. അവിടെ ട്രയലാണ്, ദൈവം അനുവദിക്കുന്ന പരിശോധനയെ കുറിച്ചാണ് പറയുന്നത്. There it says about the trials which God allows. ദൈവം നമ്മുടെ ആ നന്മ വെളിപ്പെടാൻ വേണ്ടി പല പരീക്ഷകള്, പല ട്രയലുകൾ നമുക്ക് അനുവദിക്കും. God allows various trials so it will become good for us. എന്നാൽ അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ടെംപ്റ്റേഷനെ കുറിച്ചാ പറയുന്നത്. But verse 13 to verse 18 it says about temptation. കണ്ടോ, ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറയാം. അതായത് പരീക്ഷ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ദൈവം അനുവദിക്കുന്ന പരിശോധനയുമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ മൂലമുള്ള ആ നിലയിലുള്ള ടെംപ്റ്റേഷനും ഉണ്ട്. Let me say like this, word testing means it has the trials which God allows and the temptations which comes in our life. എന്നാൽ അത് രണ്ടും ദൈവം എന്തിനാക്കി തീർക്കും? But what God will change both of them for good. അത് നന്മയ്ക്കാക്കി തീർക്കും. God will change it for our good. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, എങ്ങനെയാ നമ്മുടെ പാപം കൊണ്ട്, തെറ്റുകൊണ്ട്, നമ്മുടെ മണ്ടത്തരം കൊണ്ട് സംഭവിക്കുന്നത് ദൈവം നമുക്ക് നന്മയ്ക്കാക്കുന്നത്? When I say this, you may be thinking, how will God change the sin in our life or foolishness what we did in our life for our good? നമ്മള് ദാവീദിന്റെ ജീവിതം ഓർക്കുക. We think about David's story. ദാവീദിന്റെ ജീവിതത്തില് ദാവീദിനുണ്ടായ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു പാപത്തെ തന്നെ ദൈവം എന്താക്കി തീർത്തു? നന്മയ്ക്കാക്കി തീർത്തു. There's the sin in David's life God changed for his good. നമുക്കറിയാം, ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായ ബേത്ശേബയുമായിട്ട് തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടു. David fell before Bathsheba. ഈ ബേത്ശേബയുമായിട്ടുള്ള ബന്ധത്തിന് ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്ത് വിട്ട് അവനോട് ആ കാര്യം അവനെ ഓർപ്പിച്ചു. God sent prophet Nathan before him. അപ്പോ ദാവീദ് എന്ത് ചെയ്തു? അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. Then David repented before that. ദാവീദ് അതിനോട് അനുതാപത്തോടെ ദൈവമേ എന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കാതെ അത് ഏറ്റുപറഞ്ഞു. He accepted his mistake and he repented. 51 എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു സങ്കീർത്തനം ആ രംഗത്ത് താൻ രചിച്ചു. Psalm 51 was written during that time. പക്ഷെ താന് വലിയ തെറ്റിലൂടെ കടന്നു പോയത്. He went through a big sin. ഈ ബേത്ശേബയുടെ ഭർത്താവിനെ കൊല്ലിച്ചു. He killed the husband of Bathsheba. എന്നിട്ട് ഈ ബേത്ശേബയെ സ്വന്തമാക്കി. And he took Bathsheba to him. നോക്കുക, ഒരു സാധാരണ ഒരാളൊന്നും ചെയ്യാത്ത മട്ടിലുള്ള ഏറ്റവും തിന്മയായ കാര്യം പ്ലാൻ ചെയ്യുകയായിരുന്നു ചെയ്തത്. So David planned all this evil. അല്ലാതെ ഒരു തെറ്റിലങ്ങ് വീണതല്ല, യാദൃച്ഛികമായിട്ട് വീണതല്ല. ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു. He didn't fell by mistake. He planned everything and then did it. അന്നത്തെ കാലത്ത് താൻ രാജാവാണ്, എന്തും തനിക്കാകാം. He was a king at that time and he could do whatever he wants. ആ നിലയിൽ താൻ അങ്ങ് ചെയ്തതായിരിക്കും. He did like that. പക്ഷേ നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്ത് വിട്ട് ഈ കാര്യം ഓർപ്പിക്കുമ്പോൾ ദാവീദ് എന്ത് ചെയ്യുന്നു?
ദാവീദ് തന്റെ പാപം താന് സമ്മതിക്കുന്നു. But when Prophet Nathan comes and remind him his sin, then he accepts his mistake. അതിന്റെ ഫലമായിട്ട് ദൈവം അത് ക്ഷമിച്ചു. Because of that, God forgave the sin. ബേത്ശേബയിൽ ഉണ്ടായ ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി. The first child which is born in Bathsheba died. എന്നാൽ ബേത്ശേബയിൽ ഉണ്ടായ രണ്ടാമത്തെ കുഞ്ഞാണ് ശലോമോൻ. The second child which is born in Bathsheba was Solomon. നോക്കുക, ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ. He was the most wisest man on that earth. ബൈബിളിൽ തന്നെ ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളയാൾ. He wrote some books in the Bible also. മാത്രമല്ല ദാവീദിന് ശേഷം രാജാവായി തീർന്ന ആള്. And he was the king after David. ഇങ്ങനെ ഒരു പൈതലിനെ ബേത്ശേബയിലൂടെയാണ് ദൈവം കൊടുത്തത്. Solomon was born out of Bathsheba. നോക്കുക, ബേത്ശേബയെ താൻ സ്വന്തമാക്കിയത് തെറ്റിലൂടെയാണ്, പാപത്തിലൂടെയാണ്. He took Bathsheba by sin. പക്ഷേ അതിന്റെ മുമ്പാകെ താന് നല്ല രീതിയിൽ അനുദപിച്ചപ്പോ തന്റെ ജീവിതത്തിലെ ആ കറുത്ത പാടിനെ തന്നെ ഏറ്റവും നന്മയ്ക്കാക്കി താൻ ദൈവം തീർക്കുന്നു. But when David repented of his sin, then God changed that for his good. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഈ യാക്കോബിന്റെ ലേഖനം 1:13 മുതൽ 17 വരെ ടെംപ്റ്റേഷനെ കുറിച്ചും പറയുന്നു. That's what I said. James chapter verse 13 to 17, it says about temptation. ആ ടെംപ്റ്റേഷൻ മൂലം ഉണ്ടാകുന്ന പാപം പോലും നാം യഥാർത്ഥത്തിൽ ദൈവഹിതപ്രകാരം അതിനോട് പ്രതികരിച്ച് അതിൽ അനുദപിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ താണാൽ ദൈവം അതിനെ പോലും എന്താക്കി തീർക്കും? നന്മയ്ക്കാക്കി തീർക്കും. The sin which can come because of this temptation also God can change for our good if we repent and humble before the Lord. അതുകൊണ്ടാണ് റോമർ 8:28 സകലവും എന്ന് പറഞ്ഞേക്കുന്നത്. That's why in Romans chapter 8 it says all things. All things, സകലവും. All things. അതിൻ്റെ അകത്ത് നമ്മുടെ പാപം പോലും, നമ്മുടെ മണ്ടത്തരം പോലും, നമ്മുടെ തെറ്റുകൾ പോലും ദൈവം എന്താക്കി തീർക്കും? അതിനെ നന്മയ്ക്കാക്കി തീർക്കാം. It includes our mistakes and our sin, and God can change that also for our good. ഞാനിത് പറയുമ്പോൾ അതുകൊണ്ട് പോയി പാപം ചെയ്യാൻ ഒരു ലൈസൻസ് എന്നുള്ള നിലയിലല്ല പറയുന്നത്. I'm not saying this as a license to go and keep sinning. മറിച്ച് നോക്കുക, മനുഷ്യൻ എന്നുള്ള നിലയിൽ അവന്റെ നേരെ 2 തരത്തിലുള്ള പരീക്ഷകൾ വരുന്നു. There are two trials which can come against a person. ഒന്ന്, അവന്റെ ഹൃദയത്തിലുള്ളത് വെളിപ്പെടാൻ വേണ്ടി വിശ്വാസത്തിന്റെ പരിശോധന ദൈവം അനുവദിക്കുന്നു. One temptation is the test. One test is the for the trials from God. ദൈവത്തിൽ നിന്ന് വരുന്ന one testing is a trial from God. രണ്ടാമത്തേത് നമ്മിൽ നിന്ന് തന്നെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്ന temptations. Second thing is a temptation which comes from us. രണ്ടിനെയും പരീക്ഷ എന്നാ പറയുന്നത്. Both of them is mentioned as testing. പക്ഷെ ആ രണ്ടിലും ഈ ദൈവം എന്ത് ചെയ്യും? അതിനെ നന്മയ്ക്കാക്കി തീർക്കാം എന്നാ നമ്മൾ ഇവിടെ കണ്ടത്. God can change both of them for our good. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കാര്യം സകലവും നന്മയ്ക്കാക്കി തീർക്കുന്നു. God will change all things for our good. നമ്മള് ഏറ്റവും മോശമായതിനെ പോലും ഏറ്റവും നല്ലതാക്കി ദൈവം തീർക്കുന്നതിന്റെ ഉദാഹരണമാണ് കാൽവറി ക്രൂശ്. The bad thing which happened on this earth also God can change for good. That's a example we see in Calvary. ഏറ്റവും ഈ ലോകത്തിലുണ്ടായ ഏറ്റവും നല്ല, ഏറ്റവും നിർമ്മലനായ, പാപം ചെയ്യാത്ത മനുഷ്യൻ, അവനെ ഒരു കുറ്റവാളിയെ പോലെ കൊന്ന സ്ഥലമാണ് കാൽവറി. The most innocent person on this earth was killed on Calvary. ഈ ലോക ചരിത്രത്തിലുണ്ടായ ഏറ്റവും മോശമായ ഒരു കാര്യമാണ് കാൽവറി ക്രൂശിൽ നടന്നത്. What happened on Calvary is the bad thing which happened to humanity. പക്ഷെ ആ ഏറ്റവും മോശമായ കാര്യത്തെ ദൈവം മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്കാക്കി തീർത്തു. ഏറ്റവും മോശമായതിനെ ഏറ്റവും നല്ലതാക്കി തീർത്തു. But God changed that to the best of the humanity, and He turned it good for our good. കാൽവറി ക്രൂശ് അതാണ് കാണിക്കുന്നത്. That is what we see in the Calvary. ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? Is there anything impossible for God? ദൈവത്തിനല്ലാതെ വേറെ ആർക്കെങ്കിലും ഏറ്റവും മോശമായതിനെ ഏറ്റവും നന്മയ്ക്കാക്കി തീർക്കാനുണ്ട്? Only God can change the bad thing to the best. മനുഷ്യൻ ചെയ്ത ഏറ്റവും മോശമായ കാര്യം തന്റെ പുത്രനെ കാൽവറി ക്രൂശിൽ ക്രൂശിച്ചു. The bad thing which humans did, they crucified Jesus on the cross. ആ ഏറ്റവും മോശമായ കാര്യത്തിനെ ലോകത്തിന്റെ മുഴുവൻ തലമുറകളായിട്ട് രക്ഷയ്ക്കുള്ള മുഖാന്തരമാക്കി തീർത്ത് അതിനെ ഏറ്റവും നല്ലതാക്കി തീർത്തു. അതാണ് കാൽവറി. But God changed it for the salvation of the generations. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് സകലവും ദൈവം എന്താക്കി തീർക്കും? നന്മയ്ക്കാക്കി തീർക്കും. For dear ones, so God can change all things for our good.
അടുത്തത് നമ്മൾ റോമർ 8:28 നമ്മൾ കാണുന്നത് കൂടി വ്യാപരിപ്പിക്കുക, വർക്ക് ടുഗദർ. Next thing we see, it all work together. പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ദൈവം നന്മയ്ക്കാക്കുന്നത്. God adds many things to make it for our good. നമുക്കിവിടെ ചിലപ്പോ വല്ല കുഞ്ഞുങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് കേക്ക് ഒക്കെ കൊണ്ടുവരാറുണ്ട്. We may get cake for children's birthday. ഞാൻ ഇന്ന് വന്നപ്പോ ഈ കേക്കിനെ കുറിച്ച് യാദൃച്ഛികം ആലോചിക്കുകയായിരുന്നു. Today I was thinking about this cake. എങ്ങനെ ഈ കേക്ക് ഉണ്ടാക്കുന്നത്? How did they make the cake? അതിൻ്റെ അകത്ത് മുട്ടയുണ്ട്, എണ്ണയുണ്ട്, ഉപ്പുണ്ട്, ധാന്യപ്പൊടിയുണ്ട്. They put flour, they put egg, they put oil. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് അത്ര നല്ലതല്ല. If we keep everything separately, it is not that good. എന്നാൽ അതിനെ എല്ലാം കൂടെ കൂടി വ്യാപരിപ്പിച്ചപ്പോൾ മനോഹരമായ കേക്ക്. But when they mix everything and then they make the cake. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്താൽ അത് നന്മയല്ല. When we take the individual things which happens in our life, it may not be. We don't see the good in that. എന്നാൽ ദൈവം അതിനെ കൂടി വ്യാപരിപ്പിക്കും. But God will work all the together. Work together. Work together. അതിനെ ഒന്നിപ്പിക്കും. ഈ കാര്യവും നമ്മൾ കാണണം. We should see this also. അതുപോലെ നന്മയ്ക്കായി എന്ന് നമ്മൾ കാണുന്നു. We see for our good. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായിട്ട് പലതും നന്മയല്ല. Many things are not good for us. എന്നാൽ അത് ദൈവം നന്മയ്ക്കാക്കി തീർക്കും. God will make it for our good. നമ്മൾ ആ ഭാഗത്ത് കാണുന്നത് എന്താ? നമുക്കിതെല്ലാം, ഈ തെറ്റുകളും എല്ലാം ഉൾപ്പെടെ ദൈവത്തെ നമ്മൾ ശരണപ്പെട്ടാൽ, ദൈവവും ഹൃദയം തകർന്നാൽ ദൈവം അത് നന്മയ്ക്കാക്കി തീർക്കും എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. If we trust God and if you are heartbroken, then God will make it for our good. എന്താണ് നമ്മുടെ ഏറ്റവും വലിയ നന്മ? What is our best good? ഏറ്റവും വലിയ നന്മ എന്താണെന്ന് അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു. Next verse it says, what is the best? റോമർ 8:29. Romans chapter 8 verse 29. അതെന്താ? തന്റെ പുത്രന്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുക. To be conformed to the image of his son. അപ്പൊ റോമർ 8:28 സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും, അത്രേ പറയുന്നുള്ളൂ. Romans 8 says everything will work together for our good. എന്നാൽ ആ നന്മ, ആത്യന്തിക നന്മ എന്താന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു, തന്റെ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക. What is eternally good? That is mentioned in verse 29, that to be conformed to the image of his son. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. We should have this perspective. ദൈവം നമ്മൾ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആത്യന്തിക നന്മയാണ്. God is trying to bring out that eternal good in our life. അല്ലാതെ മെറ്റീരിയലായ നന്മ അത് ചിലപ്പോൾ സംഭവിക്കാം, പക്ഷെ അത് എപ്പോഴും ഉണ്ടാകണമെന്ന് നമ്മൾ കരുതരുത്. Don't always think that some material good is going to come out of it. ചിലപ്പോ മെറ്റീരിയലായ നന്മ ഉണ്ടാകാം. Sometimes the material good also can have. നമ്മൾ പറഞ്ഞു, ദാവീദിന്റെ ഏറ്റവും മോശമായ പ്രവൃത്തിയിൽ നിന്നാണ് ലോകം ഉണ്ടായ ഏറ്റവും ജ്ഞാനിയായ ശലോമോന് ജന്മം നൽകാൻ പിന്നീട് ഇടയായത്. We said about David's life, the bad thing which he did in his life, because of that Solomon, who was the wisest man, came on this earth. എന്നാൽ അതിലൂടെ ദാവീദിൽ എന്ത് ചെയ്തു? ദാവീദിന്റെ സ്വഭാവത്തിനും മാറ്റം വരുന്നു. But when David went through this, his character also got changed. 51 സങ്കീർത്തനത്തിൽ താൻ എല്ലാം തുറന്നു പറയുക. In Psalms 51, he's write everything openly. താൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. He's not covering up anything. താൻ കൂടുതൽ വിനയപ്പെടുന്നു. He become more humble. താൻ കൂടുതൽ താഴ്മയോടെ ദൈവം തരുന്ന ആ തെറ്റിനുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നു. He's accepting all the punishment which God is giving. നമ്മള് 2 ശമൂവേൽ 11-12 അധ്യായങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാവും. 2 Samuel chapter 11 and 12, it's written clearly. അപ്പോ ഈ മോശപ്പെട്ട സംഭവം തന്നെ ദാവീദിന് ഭൗതികമായി നന്മയാക്കി തീർത്തു മാത്രമല്ല, ആത്യന്തികമായിട്ട് ദൈവ സ്വഭാവത്തോട് കൂടുതൽ അനുരൂപപ്പെടുന്ന നന്മയും ആക്കി തീർത്തു. We see in the David's life that God changed this evil thing in his life to some material good also, but God changes his character as well. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ദൈവം എല്ലാം നന്മയ്ക്കാക്കി തീർക്കുമെന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള നന്മയിലേക്ക് മാത്രം നമ്മൾ നോക്കരുത്. When it says that God will make everything for our good, don't just look at the worldly blessing. ചിലപ്പോ ഭൗതികമായിട്ട് നന്മയാക്കി തീർത്തു നമ്മുടെ മണ്ടത്തരത്തെ എന്ന് വരാം. God may sometimes change it for our good in our earthly good also. എന്നാൽ ആത്യന്തികമായ നന്മ എന്ന് പറയുന്നത് തന്റെ പുത്രന്റെ സ്വഭാവത്തോട്
നമ്മെ അനുരൂപപ്പെടുത്തുന്ന നന്മയാണ്. But what is eternally good is to be conformed to the image of his son, യേശുവിനെ പോലെ കൂടുതൽ താഴ്മയുള്ളവരാക്കി to തീർക്കുക, become like Jesus, more humble like Jesus, യേശുവിനെ പോലെ അനുസരണമുള്ളവരാക്കി to തീർക്കുക, be obedient like Jesus, യേശുവിനെ പോലെ മറ്റുള്ളവരെ വിലമതിക്കുന്നവരാക്കി തീർക്കുക. to consider others more important than ഓ, others, അങ്ങനെ than themselves. നമ്മുടെ സ്വഭാവത്തിൽ അതുവരെ ഇല്ലാത്ത പലതും തൻ്റെ പുത്രന്റെ സ്വഭാവത്തിന് അനുരൂപമാക്കി തീർക്കുന്ന ആത്യന്തിക നന്മ, ആ നന്മയെ നമുക്ക് റോമർ 8 നന്മ ഫോർ ഗുഡ് എന്ന് പറയുമ്പോൾ അതുകൂടെ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ ഓർക്കുക. God is transforming our character like how Jesus' character, so that it become for our good, like how is written in Romans chapter 8 verse 28. റോമർ 8:28 മറ്റൊരു പ്രയോഗം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്. Another phrase which is mentioned is those who love the Lord. ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം നമ്മൾ. We should be loving God. ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിലേ ആ രംഗങ്ങളിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രതികരിക്കാനൊക്കെ ഉള്ളൂ. If we are loving the Lord, then only we can respond like how God wants us to respond. മത്തായി 22:37 നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ട്. Matthew chapter 22 verse 37, it says we should love the Lord. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ ഒക്കെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. Should love the Lord with all our heart, all our mind. ഈ ദൈവത്തെ സ്നേഹിച്ചാലേ ദൈവം നമുക്ക് അനുവദിച്ച കാര്യങ്ങളോട് നമുക്ക് ദൈവഹിത പ്രകാരം പ്രതികരിക്കാൻ കഴിയും. If we love the Lord, then only we can respond as God wants us to respond. ദാവീദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. What is one particular thing about David is that he loved the Lord. അതുകൊണ്ട് ദൈവം എപ്പോഴൊക്കെ അവനെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ, അവനെ തെറ്റിദ്ധരുത്തിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ അവൻ അത് ഏറ്റെടുത്ത് അതിന്റെ മുമ്പാകെ വിനയപ്പെടാൻ കഴിയും. So whenever God corrected him, he accepted the mistakes and then he repented. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് നന്മയ്ക്കാക്കി തീർക്കുന്നത്. Those who love the Lord, for them the God will change everything for their good. ഏഴാമതായിട്ട് നമ്മൾ റോമർ 8:27 നമ്മൾ പറയാത്ത മറ്റൊരു പ്രയോഗം വിളിക്കപ്പെട്ടവർക്ക് എന്നാണ്. There is another phrase in Romans chapter 8 verse 28, those are called according to his purpose. നമ്മള് വിളിക്കപ്പെട്ടവരാണ്. We are called. പ്രിയപ്പെട്ടവരെ, നമ്മള് വിളിക്കപ്പെട്ടവരാണെന്ന് എവിടെ കാണുന്നു? Where is it written that we are called? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം നോക്കുക. Ephesians chapter 1 1-ാം അധ്യായത്തില് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. verse 4 to 6. അവിടെ നമ്മളെ കുറിച്ച് കാണുന്നത് ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തു. There it says he chosen us before the foundation of earth. നമുക്ക് നമ്മളെ മുൻനിയമിച്ചു. He predestined us. നമ്മള് എന്തല്ല, നമ്മൾ കേവലം ഒരു യാദൃച്ഛികതയല്ല. We are not just a mistake. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. We are being called. നമ്മള് വിളിക്കപ്പെട്ടവരാണ്, നമ്മള് മുൻനിയമിക്കപ്പെട്ടവരാണ്. And we are predestined. നമ്മള് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ചോസൻ. We are the chosen one. കണ്ടോ? അപ്പോ ഇവിടെ റോമർ 8:28 നിന്ന് നമ്മൾ എന്താ ഇപ്പൊ കണ്ടത്? What we see from Romans chapter 8 verse 28. നമ്മള് 7 പ്രയോഗങ്ങള് അതിനോടുള്ള ബന്ധത്തിൽ നമ്മള് ഇത് വിടർത്തി പരിശോധിച്ചു. We see there are 7 phrases what we examined just now. അവിടെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും എന്നാണ്. There it says that God causes all things to work together for good to those who love the Lord and to those who are called according to his purpose. എന്ന് നാം അറിയുന്നു. And we know that. ഒന്ന്, നാം അറിയുന്നുണ്ടോ? First thing, are we knowing it? നാം ഇത് അറിയുന്നുണ്ടോ? Are we knowing it? രണ്ടാമത്, ദൈവമാണ് ഇതിനെ ഈ നിലയിൽ ചെയ്യുന്നത്. Second thing, God is the one who is doing it. ദൈവം ഒരു ഗ്രാൻഡ് ഡിസൈനറാണ്. God is a grand designer. സകലവും ദൈവത്താലും ദൈവത്തിലൂടെയും ദൈവത്തിൽ നിന്നുമാണ് സംഭവിക്കുന്നത്. Everything is from him, through him and to him. നമുക്കെല്ലാം പരീക്ഷകള് ദൈവം വെച്ചിട്ടുണ്ട്. We all have trials in our testing in our life. ജനനം മുതല് നമ്മുടെ ജീവിത അവസാനം വരെ പരീക്ഷകൾ ദൈവം തന്നെയാണ് നിയമിച്ചത്. From our small age, young age to our old age, we have problems in our life, testing in our അതുകൊണ്ട് life. പരീക്ഷകൾ വരുമ്പോ എന്തോ ഒരു യാദൃച്ഛികതയാണ് എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. നമ്മളെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ഇത് നമുക്ക് So തന്നിട്ടുള്ളത്. when testing comes, don't think it is not that common, but God who has allowed it in our life. മൂന്നാമത് നമ്മൾ പറഞ്ഞ സകലവും എന്നുള്ളതാണ്. Third thing we said is all things. നമ്മുടെ ഏറ്റവും മോശമായ
കാര്യങ്ങൾ പോലും ദൈവം നല്ലതാക്കി തീർക്കും. God can change the worst thing in our life to for our good. കാൽവറി ക്രൂശിൽ അവിടുന്ന് ചെയ്തതുപോലെ God did as He did in Calvary. നമ്മുടെ ടെസ്റ്റുകളും നമ്മുടെ ടെംപ്ടേഷനുകളും രണ്ടിനെയും അതിൽ നിന്ന് ദൈവം നന്മയ്ക്കാക്കി തീർക്കും, പ്രൊവൈഡഡ് നമ്മളത് അതിന്റെ മുൻപാകെ ദൈവഹിത പ്രകാരം അനുദപിക്കണം. Both our test and temptation God can change for our good if we repent before the Lord. നമ്മളിപ്പോ അടുത്തത് നാലാമത് പറഞ്ഞത് കൂടി വ്യാപരിപ്പിക്കുക എന്നുള്ളതാണ്. Fourth thing we said, all things work together. ഉപ്പും പഞ്ചസാരയും ധാന്യപ്പൊടിയും ഒക്കെ ഒറ്റയ്ക്ക് എടുത്താൽ വലിയ സന്തോഷമുള്ള കാര്യമല്ല. പക്ഷെ അത് ചേർത്ത് കേക്കായി കഴിയുമ്പോൾ അത് നമുക്ക് ഏറ്റവും രുചികരമാണ്. When we take the ingredients of a cake separately, it is not that good, but we mix and then bake the cake, it will become good. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒറ്റ സംഭവങ്ങൾ ചിലപ്പോൾ അത്ര നല്ലതായിരിക്കില്ല. Many times the individual things which is happening in our life may not be that good. പക്ഷെ ദൈവം എന്ത് ചെയ്യും? അതിനെ കൂടി വ്യാപരിപ്പിക്കും. But God will work together all. അടുത്തത് നമ്മൾ അഞ്ചാമത് പറഞ്ഞത് നന്മയ്ക്കായിരിക്കും. Fifth thing we said, it is for our good. നന്മ എന്ന് പറയുമ്പോൾ ഭൗതികമായ നന്മ മാത്രം കാണരുത്. When we say good, don't just see the earthly good in that. നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ ആത്യന്തിക നന്മ എന്താ? What is the eternal good which can happen to us? നിത്യതയില് നമുക്ക് കിട്ടുന്ന പ്രതിഫലവും നിത്യതയില് നമ്മുടെ സ്ഥാനവുമാണ് ഏറ്റവും വലിയ നന്മ. The blessing or our position in the eternity is the greatest blessing. ഈ ഭൂമിയില് നമ്മള് തന്റെ പുത്രനായ യേശുവിന്റെ സ്വഭാവത്തോട് എത്രത്തോളം അനുരൂപപ്പെടുന്നോ അതിനനുസരിച്ചായിരിക്കും നിത്യതയിലെ നമ്മുടെ പ്രതിഫലം. How much you are getting conformed to the image of His Son, that much is our reward in heaven. അതുകൊണ്ട് അതിന്റെ 29ാമത്തെ വാക്യം തന്റെ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്ന ആത്യന്തികമായ നന്മയായിരിക്കും ചില കഷ്ടങ്ങളിലൂടെ ദൈവം ചെയ്തെടുക്കുന്നത്. So verse 29 where it says you be conformed to the image of the Son, that is the eternal good what will happen. ഇതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് നടക്കുന്നത്. All this will be for those who love the Lord. നമ്മൾ പറഞ്ഞു ലോകമനുഷ്യർക്കല്ല, not for the earthly people. അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാലും ഇതിനെ ദൈവഹിത പ്രകാരം എടുത്ത് അനുദപിക്കാത്ത ആളുകൾക്ക് നന്മയ്ക്കായി തീരുകയില്ല. Even though some believers who doesn't repent of this thing, that also won't work for their good. അവർക്ക് തന്റെ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്ന ആത്യന്തിക നന്മ കിട്ടുകയില്ല. They may not get that the greatest good, that to be conformed to the image of His Son. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും നമുക്ക് ഈ കാര്യം വരുന്നത് തന്റെ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയാണ് എന്ന ആ ലക്ഷ്യം മനസ്സിലാക്കി നമ്മൾ പ്രതികരിക്കണം. No, all the situation which comes in our life, it is to be conformed us to the image of His Son, and knowing that we should respond to it. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ഇത് ആ നിലയിലാക്കുന്നത്. God will change it for good for those who love Him. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിലേ നമുക്ക് ദൈവവചനം പറയുന്ന നിലയിൽ നമ്മുടെ ഈ കഷ്ടങ്ങളെ നമുക്ക് എടുക്കാനൊക്കെ ഉള്ളൂ. If you are loving the Lord, then only we can take this suffering as how the word of God says. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് തന്ന ദൈവത്തോട് നമ്മള് പരാതിയും പരിഭവവും ഉള്ളവരായിരിക്കും. Else you will start complaining and grumbling against God. ഈ യോബിന്റെ ജീവിതം നമുക്കറിയാമല്ലോ. We know the life of Job. ഈ യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായ കഷ്ടങ്ങൾ, the sufferings which happened in Job's life, അതിനോട് ഇയ്യോബ് നല്ല നിലയിൽ പ്രതികരിച്ചു. Job responded it in a good way. എന്നാൽ ഇയ്യോബിന്റെ ഭാര്യയോ അതിനോട് തെറ്റായ നിലയിൽ. But Job's wife responded in a bad way. രണ്ടും ഒരേ രീതിയിലുള്ള പരീക്ഷകളാ വന്നത്. Both of them faced almost same problems. എന്നാൽ ഇയ്യോബ് അതിനോട് നല്ല നിലയിൽ പ്രതികരിച്ചു, ഇയ്യോബിന്റെ ഭാര്യ തെറ്റായിട്ട് പ്രതികരിച്ചു. Job responded positively and his wife responded negatively. നമ്മുടെ കോർട്ടിലാണ് പന്ത്. The ball is in our court. നമുക്ക് തീരുമാനിക്കാം നമ്മൾ ഇതിനോട് ഏത് നിലയില് നമ്മൾ പ്രതികരിക്കുമെന്നുള്ളത്. We can decide in what way we will respond to these problems. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, those who love the Lord, ദൈവം സ്നേഹിക്കുക എന്നല്ല പറഞ്ഞേക്കുന്നത്, ശ്രദ്ധിക്കണേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. It doesn't say that those who God loves, it says those who loves the Lord. അവർക്ക് മാത്രമേ ഇത് പോസിറ്റീവായിട്ട് എടുക്കാനൊക്കെ. For such people only they can take it positively. ഇയ്യോബ് ദൈവത്തെ സ്നേഹിച്ചു. Job loved the Lord. ഇയ്യോബിന്റെ ഭാര്യ അങ്ങനെ ആയിരുന്നില്ല. But his wife was not like that. അതുപോലെ തന്നെ നമ്മൾ ഒടുവിലായിട്ട് കണ്ട് വിളിക്കപ്പെട്ടവർക്കാണ്. The last thing we see, those who are called. നമ്മൾ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നമ്മളെ വിളിച്ചിരിക്കുന്നു. God has chosen us before the foundation of this earth. നമ്മളെ ആ നിലയില് ദൈവം കണ്ടു, തെരഞ്ഞെടുത്തു, നമ്മളെ മുൻനിയമിച്ചു.
God saw us, He chosen us, and He predestined us. പ്രിയപ്പെട്ടവരെ, ഈ രംഗത്ത് നമ്മളെ അങ്ങനെ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, നന്മയ്ക്കായിട്ട് അവിടുന്ന് ചെയ്യുന്നു എന്നുള്ള നിലയിൽ ഇതിനെ എടുക്കണം. So we should see that God has chosen us and we love the Lord, so it will work for our good. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആത്യന്തിക നന്മയ്ക്കായിട്ട് എല്ലാ കഷ്ടങ്ങളുടെ തീച്ചൂളയെയും ആക്കി തീർക്കും. So God will change all these fiery trials for our eternal good. കഷ്ടങ്ങളുടെ തീച്ചൂളയിലൂടെ നമ്മുടെ ആദാമ്യ സ്വഭാവത്തിന്റെ മാലിന്യങ്ങള് ഇല്ലാതായിക്കൊണ്ടിരിക്കും. We go through this fiery ordeals, or the Adamic nature in us will be burned off. കണ്ടോ, അതായത് കഷ്ടങ്ങളുടെ തീച്ചൂള ദൈവ സ്വഭാവത്തിന്റെ സ്വർണം നമുക്ക് തരും. These fiery ordeals will bring out the gold of fear of God.